ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ സമയം അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരത്ഭുതം, ഒരടയാളം കർത്താവ് എനിക്ക് നൽകണമേ. ചോദിച്ചു മേടിക്കണം. ഈശോ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ കൂടെയുള്ളവനാണ്. നിന്നെ നീയായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്നവനാണ്. ഈ ഭൂമിയിൽ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും. എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഈശോയെ, എനിക്ക് മാത്രം ഇത്രമാത്രം കഷ്ടപ്പാട്, എൻ്റെ വീട്ടിൽ മാത്രം ഇത്രമാത്രം പ്രശ്നങ്ങൾ. ഈ ആരാധന സമയം ഈശോ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ നിന്നോട് സംസാരിക്കും. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പ്രാർത്ഥിക്കട്ടെ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. നിൻ കരത്തിന് ആശ്ലേഷം പകരുന്ന ബലം. ചെറുത് പാടാം. പകരുന്ന ബലം. ചേർന്ന് എല്ലാവരും പഠിക്കും. നിൻ കരത്താനന്ദമേ. ഈശോയെ, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. കണ്ണുകളടച്ചു പാടൂ. ഈശോയേ ആരാധന, ആരാധന. എല്ലാവരും ഈശോയേ ആരാധന, ആരാധന. ഹൃദയത്തിൽ ആനന്ദിച്ച് ഈശോയേ ആരാധന, ആരാധന. ഈശോയെ, ഈശോയേ ആരാധന. ആരാധന. വീട്ടുകാരെ മനസ്സിൽ കണ്ട് ഈശോയേ അവരെയൊക്കെ ചേർത്ത് നിർത്തി ആരാധന. കുടുംബത്തോട് ചേർന്ന് ഈശോയേ കുടുംബാംഗങ്ങളെ ഓർത്ത് ആരാധന. അയൽവാസികളെ ഓർത്ത് ഈശോയേ നമ്മുടെ കൂട്ടുകാരെ ഓർത്ത് ആരാധന. കൂട്ടായ്മയോട് ചേർന്ന് ഈശോയേ ഈ സമയം ഒരുമിച്ച് ആരാധന. എല്ലാവരും ഈശോയേ പഠിക്കേ ആരാധന. സ്വരമുയർത്തിപ്പാടൂ. ഈശോയേ ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി. ഈശോയേ ആരാധന. ഈശോയേ ആരാധന. ഈശോ, ഈശോയേ ആരാധന. ഈശോയേ ആരാധന. എല്ലാവരും ഈശോയേ ആരാധന. ഈശോ, ഈശോയേ ആരാധന. കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ഈശോയെന്ന് വിളിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോ നിന്നിൽ ഇടപെടും. അത്ഭുതകരമായിട്ട് ഈശോ ഇടപെടുന്ന സമയം കരങ്ങൾ ഉയർത്തി ദാഹത്തോടെ വിളിച്ചോ. യേശുവിന്റെ ശക്തി നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറയട്ടെ. പുതിയൊരു അഭിഷേകം നിറയട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെന്ന് വിളിക്കട്ടെ. ഈശോയെന്ന് വിളിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിച്ചു പ്രാർത്ഥിക്കട്ടെ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവശക്തി വെളിപ്പെടുന്ന സമയമാണ്. വിശ്വസിച്ച് ഈശോയെ എന്ന് വിളിക്കട്ടെ. പോരാ നല്ല സ്വരത്തിൽ വിളിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്നോളം
എന്നെ സംരക്ഷിച്ച പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഓൺലൈൻ ശുശ്രൂഷയിലും പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കേണ്ട കാര്യം, പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോ നിന്നെയും എന്നെയും വ്യക്തിപരമായി സ്പർശിക്കുന്ന സമയമാണ്. എ പേഴ്സണൽ ഹീലിംഗ് ടച്ച്, വ്യക്തിപരമായ ഒരു സൗഖ്യം നിന്നിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. നീ അത് വിശ്വസിക്കണം, നീ അത് ഏറ്റെടുക്കണം. ഈശോയ്ക്ക് എന്നെ നന്നായി മനസ്സിലാകും, ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. യെസ്, നീ അത് വിശ്വസിച്ചേ. പലപ്പോഴും നമ്മുടെ സങ്കടം എന്താ? ഈ ഭൂമിയിൽ ആർക്കും എന്നെ മനസ്സിലാവണില്ലല്ലോ. ഞാൻ എത്ര നന്മ ചെയ്തിട്ടും, ഞാൻ എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ലല്ലോ. ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഹൃദയം തകർന്ന് ഞാൻ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ടെന്നെ ബലപ്പെടുത്തണമേ. ഭാരപ്പെടുന്ന ഒത്തിരി പേരെ ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഭാരപ്പെടണ്ടെന്ന്. നിന്റെ പ്രശ്നത്തിന് ഉത്തരവുണ്ടെന്ന്. നീ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കില്ലെന്ന്. ഇത്രത്തോളം നാൾ നിന്നെ നടത്തിയ കർത്താവ് ഇനിയും നിന്നെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഹൃദയം തകർന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം, ഈശോയെ എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കണ്ണടച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. എത്ര നാളായി നീ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട്? ഒരു പ്രശ്നവും സങ്കടവും ഭാരവും ഒക്കെ വരുമ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ പോയി നീ കരയും. അവർക്ക് ആർക്കെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ഈശോയെ, എന്നെ അറിയുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, നിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അൾത്താരയ്ക്ക് മുമ്പിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാകും. നീ അത് വിശ്വസിക്കണം, നീ അത് ഏറ്റെടുക്കണം. ഈശോ നിന്നെ ഇന്ന് അതിനായി അൾത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, അൾത്താരയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു ആശ്വാസം കിട്ടണമേ. ഈശോയെ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീണാൽ അത് അനുഗ്രഹത്തിന്റെ കണ്ണുനീരാ. ഈശോ നിന്നെ തൊടുന്ന സമയമാ. നീ എന്തിനാ നാണം കിടുന്നേ? ഈശോയുടെ മുമ്പിലല്ലേ. നിന്റെ വലതും ഇടതും നിൽക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ്ടെന്ന്, മറിച്ച് നിന്നെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. നിന്റെ നിസ്സഹായതയുടെ നടുവിൽ നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാ. നിന്റെ ബലഹീനതയുടെ നടുവിൽ കർത്താവ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാ. ഇന്ന് നീ കടന്നു പോകുന്ന പ്രശ്നം, എൻ്റെ സഹോദര സഹോദരി, ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിനറിയാന്ന്. ദൈവത്തിന് നിന്റെ പ്രശ്നം അറിയാം, സങ്കടം അറിയാം. ദൈവം ആ പ്രശ്നത്തിലൂടെ, സങ്കടത്തിലൂടെ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കും. നീ ഒരിക്കലും വീണുപോകാനല്ല, മറിച്ച് ബലം പ്രാപിക്കാൻ. ഈശോയെ, ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയം തകർന്നൊരു യേശുവേ, യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. യേശുവേ, ഹൃദയം തകർന്നൊരു ഈശോ, യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു
എൻ മിഴികൾ നിറഞ്ഞൊഴുകി. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന വഴികളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ സഹോദരങ്ങൾക്ക്, നിന്റെ കുടുംബത്തിൽ നീ നന്മയായിട്ട് ചെയ്തതൊക്കെ അവർക്ക് മനസ്സിലായോ? പലപ്പോഴും നിന്നെ കഴിവില്ലാത്തവനെന്നും ഗുണമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? നിന്നെ കൊണ്ട് എന്തൊരു ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നിന്നെ തള്ളി മാറ്റിയില്ലേ? സ്നേഹം കൊണ്ട് നീ ചെയ്ത പ്രവർത്തികൾ പലപ്പോഴും അവർക്ക് മനസ്സിലായില്ല. അവർ പലപ്പോഴും നിന്നെ മാറ്റി നിർത്തി. ഈശോയെ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെ മാറ്റി നിർത്തില്ല. അങ്ങയുടെ പക്കൽ എനിക്ക് ഇടമുണ്ട്, എന്നെ അങ്ങ് ഒരിക്കലും മാറ്റി നിർത്തത്തില്ല. കർത്താവ്, ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഈശോയെ, ആർക്കും എന്നെ വേണ്ടെങ്കിലും നിനക്കെന്നെ വേണമല്ലോ. ആർക്കും എന്നെ വേണ്ടെങ്കിലും ഈശോയെ നിനക്കെന്നെ വേണമല്ലോ. ഈശോയെ, നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഹചരെ ഞാനെന്നും സ്നേഹിച്ചു, അവരുയരാൻ നന്നായി യത്നിച്ചു. പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി, ബലമില്ലാതായി, ആർക്കും വേണ്ട കറിവേപ്പിനയാ യേശുവേ, ദൈവത്തിൻ സ്നേഹമോർത്തു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹൃദയം തകർന്നൊരുമാ ഈശോ, യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോ കുരിശെ കിടക്കുന്ന ഈശോയെ നിനക്ക് കാണാം. നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ പിടഞ്ഞു വീണു മരിച്ചവൻ, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു പാപം പോലും ചെയ്യാത്ത ഈശോ ഇതാ കുരിശിൽ കിടന്ന് നിന്നെ നോക്കി ഈ നിമിഷം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി. പരിശുദ്ധ അൾത്താരയിലുള്ള സ്നേഹം ഇതാ നിനക്ക് ചുറ്റും ഒരു വലയം പോലെ സൃഷ്ടിക്കപ്പെടുകയാ. ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീര് കർത്താവ് ഈ നിമിഷം തുടയ്ക്കുന്നുണ്ട്. ഈശോ നിന്റെ കരം പിടിച്ച് നിന്നോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഭൂമിയിൽ നീ ചെയ്ത പ്രവർത്തികൾ മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നന്നായി മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. നീ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോ, ഒറ്റപ്പെട്ടപ്പോ, മറ്റുള്ളവർ നിന്നെ ഒഴിവാക്കിയപ്പോൾ, കാരണം കൂടാതെ നിന്നെ തള്ളിപ്പറഞ്ഞപ്പോ, എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സ് വല്ലാണ്ട് മടുത്തുപോയി. ചില വെറുപ്പിന്റെ അംശങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുമ്പില് ആ കൈകൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുമ്പോ നിന്റെ നാവിൽ നിന്നുയരുന്ന യേശുവിന്റെ നാമം നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന, നിന്റെ ജീവിതത്തിന് ഉത്തരം നൽകുന്ന, നിന്റെ ജീവിതത്തെ പുതിയ വഴികളിൽ പിടിച്ചു നടത്തുന്ന ഒരു അനുഭവം. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. അനേകരുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുന്നു, അനേകരുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുന്നു. ഈശോ നിന്റെ പക്കലേക്ക് കടന്നു വരുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എന്നെ ഈശോയെ എന്ന് വിളിച്ച് കർത്താവിന്റെ സ്നേഹം നിന്നെ പൊതിയട്ടെ, കർത്താവിന്റെ സ്നേഹം നിന്നെ പൊതിയട്ടെ, കർത്താവിന്റെ സ്നേഹം നിന്നെ ചേർത്ത് നിർത്തട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഏറ്റെടുക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ മർത്തക്രിസ്ത ഇതിൽ സംഭവിക്കുന്ന സമയം. ഈശോയെ, ഈശോയെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. നിന്നെ കർത്താവ് ബലപ്പെടുത്തുകയാണ്. ഈ നിന്റെ മേൽ ഉയർത്തപ്പെട്ട ഈ കരമുണ്ടല്ലോ, അത് ഈശോയുടെ അനുഗ്രഹത്തിന്റെ കരമാണ്. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി ഈശോയുടെ വലതുകരം, തളർവാദ രോഗിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഈശോയുടെ വലതുകരം, മരിച്ച നായീമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച യേശുവിന്റെ വലതുകരം ദേ നിന്റെ മേൽ ഉയർത്തപ്പെട്ടിരിക്കുക. നിന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും നിനക്ക് വിഷമം, സങ്കടം, ഭാരമുണ്ടെങ്കിൽ അതൊന്ന് സമർപ്പിച്ചേ.
പ്രത്യേകിച്ച് കർത്താവ് ചിലരെയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുക, ഉള്ളിൽ ഇങ്ങനെ വലിയ നീറ്റലും വേദനയുമായിട്ട് കഴിയുന്നവര്, എന്നാലും എന്നോട് ഇങ്ങനെ മറ്റുള്ളവർ ചെയ്തല്ലോ എന്നൊക്കെ സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. നീ അതങ്ങ് വിശ്വസിച്ചോ. കർത്താവ് നിന്നെ ഓരോ സംഭവത്തിലൂടെയും പഠിപ്പിച്ചതാ, ഓരോ സംഭവത്തിലൂടെയും പഠിപ്പിച്ചതാ. ദാ ഒരു അമ്മ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കണില്ലല്ലോ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പെരുമാറുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന അമ്മയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന ജീവിതത്തെ മാറ്റിമറിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഇടപെടും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അനേകരുടെ ശരീരത്തിൽ കർത്താവ് അത്ഭുതകരമായ സൗഖ്യമൊഴുക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ ബലം സൗഖ്യമൊഴുക്കുന്ന സമയമാണ്. ആ കരങ്ങൾ എങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിനക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രചോദനം നൽകുന്നത് അതുപോലെ നീ പ്രാർത്ഥിച്ചോ. നിന്നെ പരിശുദ്ധാത്മാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതനുസരിച്ച് നീ പ്രാർത്ഥിച്ചോ. നീ ഒരുപക്ഷെ പഠിച്ച പ്രാർത്ഥനയാവണമെന്നില്ല, മറിച്ച് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിന്റെ നാവിൻ തുമ്പിൽ പരിശുദ്ധാത്മാ ഭാഷ നൽകും, പരിശുദ്ധാത്മാ പ്രാർത്ഥനയുടെ ഭാഷ നൽകും. അത് വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കട്ടെ. അലസത വേണ്ട, അശ്രദ്ധ വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളോടും ചേർന്ന് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു. ശക്തി, ബലം, അഭിഷേകം ഇതാ നിന്റെ മേൽ കർത്താവ് ചൊരിയുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. തോള് വേദന, കൈ ഉയർത്താൻ ബുദ്ധിമുട്ട്, കർത്താവ് അനേകരെ തൊടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, അത്ഭുതകരമായ ശക്തി ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കപ്പെടട്ടെ. പോരാ. കർത്താവ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതനുസരിച്ച് നീ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. മദ്യപാനത്തിന്റെ ആസക്തിയെ കർത്താവ് ബന്ധിക്കുന്നു. അപകടത്തിൽ ഹെഡ് ഇഞ്ചുറി, തലയ്ക്ക് ക്ഷതം സംഭവിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞപ്പിത്തം വരുന്ന ഒരാളെ കർത്താവ് തൊടുന്നു. ഇതാ സൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു. സംഭവിക്കപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ സമയം തന്നെ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ ഇതാ പങ്കെടുക്കുന്ന ഒരു രോഗിയെ കർത്താവ് തൊടുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു. വലതുകരത്തില് എഴുതാൻ പോലും പറ്റാതെ വിറവലുള്ള ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ഒരു കാര്യം ഓർത്തോണം. ഒരു കാരണവശാലും നീ ക്ഷീണിച്ചു പോകരുത്. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകളുടെ മുമ്പിൽ നിന്റെ ജീവിതം അടിയറ വയ്ക്കരുത്. ഒരു കാരണവശാലും മറ്റുള്ളവർ കാരണം നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തരുത്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. സ്വസ്ഥത നിന്റെ അവകാശമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവര്, ഉത്തരം കിട്ടാതെ വലയുന്നവര്, സംശയക്കുഴിയിൽ കഴിയുന്നവര്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഹലിക്കുന്നവര് എല്ലാവരും വിശ്വസിച്ചോ. ദാ പരിശുദ്ധാത്മാവ് നിത്യസഹായകൻ നമ്മളെ തൊടുന്ന സമയം നമ്മൾ പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു തൂമഞ്ഞ് പോലെ നിന്റെ മേൽ വ്യാപരിക്കപ്പെടുമ്പോ നീ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ എന്ന് വാ തുറന്ന് പറയണം. ഈശോയെ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ചേ. നാവ് തുറന്ന് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പവിത്രാത്മാ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. ഈ നിമിഷം പരിശുദ്ധാത്മ ശക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, ശക്തി വെളിപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-1 വചനത്തിൽ വ്യാപരിക്കപ്പെട്ടതുപോലെ ശൂന്യമായിരുന്ന അന്ധകാരമായിരുന്നവയ്ക്ക് മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു. ആമേൻ. പറന്നിറങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ചെങ്കടൽ കടക്കാൻ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വഴികാട്ടി നിന്ന പരിശുദ്ധാത്മാവ്
കിഴക്കൻ കാറ്റയച്ച് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് വഴി തുറന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ ഈ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടട്ടെ, അത് സംഭവിക്കപ്പെടട്ടെ, അത് സംഭവിക്കപ്പെടട്ടെ. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന വചനത്തിന്റെ ശക്തി, ജീവശ്വാസം ദൈവജനത്തിന്റെ മേൽ വീശട്ടെ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. ശരീരത്തിൽ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ശരീരത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ശരീരത്തിൽ ഒരു അഭിഷേകം. കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ചവിട്ടി കൈയടിക്കട്ടെ. ശരീരത്തിൽ അഭിഷേകം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത രോഗശാന്തി. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ ആ കൈകാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി നൃത്തം ചവിട്ടി പരിശുദ്ധാത്മാവേ ഒരു തൂ മഞ്ഞ പോലെ വെളിപ്പെടട്ടെ. ആമേൻ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. ആമേൻ, ആമേൻ. പുതിയ അഭിഷേകം, അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പാടി പാടി. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഭിഷേകം. ആമേൻ. ഞങ്ങൾക്കിന്നു നൽകിടണേ. ആമേൻ, ആമേൻ. തൂമഞ്ഞു പോലെ Yes. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ആമേൻ, ആമേൻ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. കൈകൾ ഉയർത്തി. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ Yes. ആത്മനദിയായൊഴുകണമേ. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. സിഹിയോൻ ശാലയിൽ. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി പരിശുദ്ധാത്മാവേ. ദൈവശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ. കൈകൾ അടിച്ച് ചാടി തൊള്ളേ. ആമേൻ, ആമേൻ. സന്തോഷത്തോടെ നന്നായിട്ട് കൈയടിച്ചേ. പോരാ 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 പോരാ. ശരീരത്തിൽ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. പാരമ്പര്യ രോഗങ്ങൾ കർത്താവ് ബന്ധിക്കട്ടെ. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു നിന്റെ മരണം വരെ നീ മരുന്ന് കഴിക്കണം. എന്നാൽ കർത്താവിന്റെ ശക്തി ഈ നിമിഷം തന്നെ നിന്റെ രോഗപീഠകളുടെ മേൽ അധികാരം വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, തഴക്ക ദോഷങ്ങളുടെ മേൽ നിന്റെ അധികാരം വ്യാപരിച്ചൊരു വിടുതൽ നൽകണമേ. ശരീരത്തിലുള്ള സകല പീഡകളും കർത്താവ് അഴിക്കട്ടെ, അഴിക്കട്ടെ, അഴിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടുകൂടെ കൈയടിച്ച് പരിശുദ്ധാത്മാവ് ശരീരത്തിൽ നിറയുന്നുവെന്ന് വിശ്വസിച്ച് കൈയടിച്ച്. ആമേൻ. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോലെ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോലെ ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവനറൂഹയായി നീ വരണേ. ആമേൻ. ഈ നിന്ദാസരിൽ വീശും പാവനറൂഹായായി നീ വരണേ. ആമേൻ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. ആമേൻ. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോലെ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. കൈകൾ ഉയർത്തേ. കൈകൾ അടിച്ച് ചാടി തൊള്ളേ. ആമേൻ, ആമേൻ. Yes. ആത്മനദിയായൊഴുകണമേ. ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി പരിശുദ്ധാത്മാവേ.
ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, 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 കെട്ടഴിയട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യെസ്. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, ശക്തമായിട്ട് കൈയടിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് അനേകരുടെ ശരീരത്തിൽ ഇടപെടുന്നു. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇതാ തൊടുന്നു. നന്നായിട്ട് കൈയടിച്ചേ. ശക്തി, ബലം, അഭിഷേകം ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, ഈ നിമിഷം തന്നെ ഞങ്ങളുടെ ശരീരത്തിലുള്ള അന്ധകാര ശക്തികളെ, ഞങ്ങളുടെ ശരീരത്തിലുള്ള വൈശാചിക പീഡകൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു വിടുതൽ സംഭവിക്കപ്പെടട്ടെ. കൊലപാതക ചിന്തയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ദാ തൊടുന്നു, വിശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. അന്ധവിശ്വാസങ്ങളിൽ കഴിയുന്ന അനേകരെ കർത്താവ് തൊടുന്നു. ശക്തമായ നടുവേദനയുള്ള ഒരു വ്യക്തി ഈ സമയത്ത് കർത്താവ് തൊടുന്നു. ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് ഭയപ്പെടുന്ന 3 സഹോദരിമാരെ കർത്താവ് ഇത് ആശ്വസിപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് പ്രിയപ്പെട്ടവരെ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. നീ വിശ്വസിച്ചോണം. നീ ആര് തന്നെയാണെങ്കിലും ഈ സമയം നീ അതങ്ങ് വിശ്വസിച്ചോ. ഇത്രയും നാള് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും നീ ഇപ്പോൾ ഇത് വിശ്വസിച്ചോ. എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ട്. നീ അത് നിന്നോട് തന്നെ പറയണം. ഇനി എൻ്റെ ശരീരം പിശാചിന് അടിമപ്പെട്ടതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നീ അതങ്ങ് വിശ്വസിച്ചേ. എത്ര വലിയ തകർച്ചയുള്ള വ്യക്തിയാണെങ്കിലും, കാരണം ചിലരുടെയൊക്കെ വലിയ കണ്ണുനീരെന്തോന്നറിയോ? എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വലിയ തകർച്ചയാണ്, ഞാൻ രക്ഷപ്പെടുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എത്ര വലിയ തകർച്ചയാണെങ്കിലും കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ചോ. സ്വയം ഒന്ന് നെറ്റിയിലൊന്ന് കുരിശടയാളം വരച്ച് നിന്നോട് തന്നെ നീ ഒന്ന് വിശുദ്ധീകരിച്ചേ.